2.5 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു സ്റ്റാക്ഡ് സെൻസർ ക്യാമറ കിട്ടുമെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അല്ലേ. പക്ഷേ അത് സാധ്യമാക്കിയിരിക്കുകയാണ് ഫിജി ഫിലിമിൻ്റെ ഒരു ക്യാമറയിലൂടെ. അതായത് ഫിജി ഫിലിമിൻ്റെ XH2S എന്നൊരു ക്യാമറയാണത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാക്ഡ് സെൻസറിനെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് സെൻസറിൽ 2 ലെയർ, അതായത് ഏകദേശം 2 സെൻസർ ഉള്ളതുപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് സ്റ്റാക്ഡ് സെൻസറുള്ള ക്യാമറകൾ. അപ്പോൾ ഫിജിക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് താഴെ, അത് ഹൈബ്രിഡ് ക്യാമറ, വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ സ്റ്റാക്ഡ് സെൻസറോട് കൂടി, അത് 4Kയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 120 ഫ്രെയിം പെർ സെക്കൻഡിൽ 6.2 ഓപ്പൺ ഗേറ്റ് വേയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫുൾ HDയിൽ 240 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തികച്ചും ഹൈബ്രിഡ് ക്യാമറ എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഫിജിയുടെ H2S. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്റ്റെബിലൈസേഷൻ ഫെസിലിറ്റിയാണ് ഇതിനകത്ത് കമ്പനി കൊണ്ടുവന്നേക്കുന്നത്. 7 സ്റ്റോപ്പ് വരെ സ്റ്റെബിലൈസ് ചെയ്ത് അത്യാവശ്യം ഷെയ്ക്കൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഹാൻഡ് ഹെൽഡായിട്ട് പോലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രത്യേകതയും കൂടെ ഈ ക്യാമറയുടെ അകത്ത് ഫിജി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റേർണൽ റെക്കോർഡിംഗ് പറയുകയാണെങ്കിലും പ്രോറസിൽ ഇൻറ്റേർണൽ റെക്കോർഡിംഗ് സാധ്യമാകുന്ന ഒരു ക്യാമറ കൂടിയാണിത്. അപ്പോൾ സാധാരണ ക്യാമറകളിലൊന്നും തന്നെ പ്രോറസ് റെക്കോർഡിംഗ് ഇൻറ്റേർണലി നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ പ്രോറസ് ഇൻറ്റേർണലി റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫിജിയുടെ കളർ കോമ്പിനേഷനെ കുറിച്ച് പല പ്രാവശ്യം പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. വേറൊരു ലെവൽ ആണ് അതിൻ്റെ സെൻസർ, ട്രാൻസ് സെൻസർ വർക്ക് ചെയ്യുന്നത്. 20 സിമുലേഷൻസാണ് ഫിജിക്കുള്ളത്. അപ്പോൾ ഈ 20 സിമുലേഷൻസ് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ഫിലിം ക്യാമറകളിൽ നേരത്തെ ഉണ്ടായിരുന്ന സിമുലേഷൻസ് അതുപോലെ ഈ ഒരു ക്യാമറയിൽ ഫിജി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മെച്ചമെന്ന് വെച്ചാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മുടെ വർക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. നമുക്ക് ലഡ്സ് ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ സിമുലേഷൻസ് എവിടെ എപ്പോൾ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് വീഡിയോ എടുക്കുന്ന ആളിന് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ആളിന് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ആകെ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് സിമുലേഷനിലാണ് നമുക്ക് എടുക്കേണ്ടത് അതിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഈസി ആയിട്ട് നമുക്ക് അധികം എഡിറ്റിംഗ് ജോലികളൊന്നും ചെയ്യാണ്ട് തന്നെ കസ്റ്റമർക്ക് ഔട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു ക്യാമറയിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം പറയുകയാണെങ്കിൽ ഇതിന് HDFC ഫിനാൻസിലും ബജാജ് ഫിനാൻസിലും ഒരുപാട് ഫിനാൻസ് സ്കീമുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. വേറൊരു എടുത്തു പറയേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് എക്സ്റ്റേണൽ റോ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റില്ലിൻ്റെ കാര്യം പറയുമ്പോൾ 40 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 കാർഡാണ് ഇതിനകത്ത് വരുന്നത്, ഒരു SD കാർഡും ഒരു CF എക്സ്പ്രസ് കാർഡും. അപ്പോൾ പലപ്പോഴും ഞാൻ വീഡിയോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പനി ഈ 2 കാർഡ്സിലോട്ട് വരുന്നത് നമുക്ക് പ്രോക്സി കൂടെ റെക്കോർഡ് ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോക്സിയിൽ 2 കാർഡിൽ ഒരുമിച്ച് തന്നെ റെക്കോർഡ് ചെയ്യുക. കാരണം ഒരു കാർഡ് അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിച്ച് നമുക്ക് ഡാറ്റ പോയാൽ തന്നെ നമുക്ക് ആ പ്രോക്സി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല 4Kയിലൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോക്സി എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം ഫയൽ വലിച്ചിട്ടാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഔട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സിമുലേഷൻ ഉപയോഗിക്കാം, നിങ്ങൾ പ്രോക്സി ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അധികം സമയം ഒന്നും ചിലവഴിക്കാതെ ഔട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ക്യാമറയാണിത്. ഇഷ്ടപ്പെട്ടാൽ സ്വന്തമാക്കാനും മറക്കണ്ട.